എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നൊരു വ്ളോഗ് ആട്ടോ ചെയ്യുന്നത്. നമ്മൾ അബുദാബിയിലെ ഗ്രാൻഡ് മോസ്ക് കാണാനായിട്ട് പോവാണ്. അപ്പോൾ അതിൻ്റെ സന്തോഷത്തിലാണ് എല്ലാവരും. മോസ്കിൽ നമുക്ക് ഒത്തിരി നടന്ന് കാണേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വിശക്കും. അപ്പോൾ അതിന് മുമ്പ് എന്തായാലും ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങ് പോകാമെന്ന് കരുതി. അപ്പോൾ അബുദാബിയിൽ നിന്നും ദുബായിലോട്ട് വരുന്ന വഴിക്കാട്ടോ ഈ ഒരു റെസ്റ്റോറൻറ്റ് വരുന്നത്. അപ്പോൾ നമ്മളൊന്ന് റൗണ്ട് അടിച്ച് ആ ഒരു ഹോട്ടലിലേക്ക് എത്തിയേക്കാണ്. ഇവിടുത്തെ മദ്ബി നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ അത് കഴിച്ചിട്ട് വേണം നമുക്കിനി മോസ്കിലോട്ട് പോകാനായിട്ട്. ഷഹാമയിലാട്ടോ നമുക്ക് ഈ അബുദാബി ഒയാസിസ് റെസ്റ്റോറൻറ്റ് വരുന്നത്. അപ്പോൾ ഈ മന്തി റെസ്റ്റോറൻറ്റിൽ കയറി കഴിഞ്ഞാൽ നമ്മളെപ്പോഴും വന്നു കഴിഞ്ഞാൽ ഓർഡർ ചെയ്യുന്നതാണ് ഈ മദ്ബി. ഇത് ഭയങ്കര ടേസ്റ്റാണ്. ഇതേപോലെ വലിയൊരു പ്ലേറ്റിൽ എല്ലാവരും കൂടി കഴിക്കുമ്പോൾ അതിന് ഇത്രയും കൂടി രുചി കൂടും. അപ്പോൾ ഫുഡൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മെല്ലെ ഇറങ്ങാം കേട്ടോ. അപ്പോഴേക്കും കുട്ടികൾ ഇവിടെ ഫോട്ടോ ഒക്കെ എടുത്ത് പല പോസിലൊക്കെ നിൽക്കുന്നുണ്ട്. ഇനി കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ നേരെ ഗ്രാൻഡ് മോസ്കിലോട്ട് പോവാണ്. അപ്പോൾ ഇതാട്ടോ മോസ്ക്. ഇതിനെ ചുറ്റി ഇങ്ങനെ വളഞ്ഞിട്ടാട്ടോ നമ്മൾ ഫ്രണ്ട് സൈഡിലേക്ക് പോകുന്നത്. വലിയൊരു മോസ്കാണ്. നമ്മൾ ഒത്തിരി നാളായി ഇവിടേക്കൊന്ന് വന്ന് കാണണം എന്നൊക്കെ വിചാരിക്കുന്നത്. പക്ഷേ ഇതുവരെ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതിപ്പോൾ നമുക്ക് മോസ്കിനടുത്ത് തന്നെ പാർക്കിംഗ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മളിത് അവിടേക്ക് പോവുകയാണ്.
അപ്പോൾ ഇതാ നമുക്ക് ഗൂഗിളിൽ പോയിട്ട് ഇങ്ങനെ ഓൺലൈൻ പാസ് എടുക്കാം. ഈ ഒരു രീതിയിൽ വേണം കേട്ടോ നമുക്ക് എടുക്കാനായിട്ട്. എന്നിട്ട് വേണം നമുക്കതിൻ്റെ ഉള്ളിലേക്ക് കയറാനായിട്ട്. സാധാരണ രീതിയിൽ ഭയങ്കര തിരക്കൊന്നും ഉണ്ടാവാറില്ല കേട്ടോ. പക്ഷെ നമ്മളീ പോയ സമയത്ത് ഭയങ്കര തിരക്കായിരുന്നു. തിരക്കില്ലാത്ത സമയങ്ങളിൽ അവിടെ മോസ്കിനുള്ളിലേക്ക് നമുക്കിടാനുള്ള പർദ്ദയൊക്കെ അവർ തന്നെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഇതിപ്പോൾ ഭയങ്കര തിരക്കാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് സ്വന്തമായിട്ടതൊക്കെ വാങ്ങേണ്ടി വന്നു. ഒരു പർദ്ദയ്ക്ക് ഒരു 45 ദിറംസ് കൊടുത്തിട്ടാട്ടോ നമ്മൾ വാങ്ങിയത്. നമ്മൾ ഏതൊരു സ്ഥലത്ത് ചെന്നാലും അവിടുത്തെ രീതി അനുസരിച്ചിട്ട് വേണമല്ലോ പോവാനായിട്ട്. അപ്പോൾ ഇതാ നമ്മൾ മെല്ലെ ഷോപ്പിലേക്ക് പോയി പർദ്ദയൊക്കെ നോക്കാണ്. അപ്പോൾ നമുക്കിത് വാങ്ങിയിട്ട് ഇട്ടിട്ടൊന്നും ശീലമൊന്നുമില്ല. അപ്പോൾ പിള്ളേർക്കും അത് ഭയങ്കര ഒരു ക്യൂരിയോസിറ്റിയാണ്. അപ്പോൾ ചെറിയ ആൾ ഹുഡി ടൈപ്പ് ഡ്രസ്സൊക്കെ ആയതുകൊണ്ട് അവൾക്ക് പർദ്ദയുടെ ആവശ്യമൊന്നും വന്നില്ല. പർദ്ദ എന്നൊന്നും പറയാൻ പറ്റില്ല, ഇതേപോലെ ഒരു ലോങ് ഒരു ഉടുപ്പ്. അപ്പോൾ ഇത് വാങ്ങിയിട്ടതിന് ശേഷമാണ് നമ്മൾ മോസ്കിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത്. പണ്ടൊക്കെ ഈ മോസ്ക് കാണാൻ പോകുമ്പോൾ ഈ പർദ്ദയൊക്കെ ഫ്രീ ആയിട്ട് ഇങ്ങനെ കൊടുക്കുമായിരുന്നു. പിന്നെ എല്ലാ ഡ്രസ്സും ഇടുന്നവർക്കും ഈ പർദ്ദ വേണമെന്നൊന്നുമില്ല കേട്ടോ. നമ്മളിപ്പോൾ ജീൻസ്, ഇറുകിയ ഡ്രസ്സ് അതേപോലെയൊക്കെ വരുമ്പോൾ മാത്രമാണ് നമ്മളോട് ഇതേപോലത്തെ ഡ്രസ്സ് വാങ്ങിയിടാൻ അവർ പറയുള്ളൂ. നമ്മൾ പ്രോപ്പറായിട്ട് നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അവർ നമുക്ക് പെർമിഷനൊക്കെ തരും, ഒരു കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ നമ്മൾ കാണാൻ പോകുന്ന ഈ ഒരു മോസ്കിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അബുദാബിയിലെ ഭരണാധികാരി ലേറ്റ് ഷെയ്ഖ് സയ്യിദ് സുൽത്താൻ അൽ നഹ്യാൻ സ്ഥാപകനായിട്ടുള്ള ഒരു മോസ്കാണത്. അത് 1994-2007 കാലഘട്ടത്തിലാണ് ഇത് പണിതീർത്തത്. അപ്പോൾ ഈ ഒരു മോസ്കിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരേ സമയം 40,000 പേർക്കോളം ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ സൗകര്യമുള്ള ലോകത്തിലെ തന്നെ 8ാമത്തെ സ്ഥാനത്ത് നിൽക്കുന്ന എല്ലാ മുസ്ലിംസ് അല്ലാത്തവർക്കും നോൺ മുസ്ലിംസിനും എല്ലാ ടൂറിസ്റ്റുകൾക്കും ഒക്കെ പോയി കയറി കാണാവുന്ന ഒരു മോസ്കാണ് നമ്മൾക്കിടെ ഈ അബുദാബി ഷെയ്ഖ് സയ്യിദ് ഗ്രാൻഡ് മോസ്ക്. അത് തന്നെയാണ് ഈ ഒരു മോസ്കിൻ്റെ ഏറ്റവും നല്ല പ്രത്യേകത. അല്ലാത്ത പക്ഷം നമുക്ക് ഇങ്ങനെയൊന്നും കയറി കാണാനായിട്ട് സാധിക്കില്ലല്ലോ. ഈ ഒരു മോസ്കിൽ തന്നെയാട്ടോ ഷെയ്ഖ് സയ്യിദ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. ആ ഒരു ഏരിയയും ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതാ ഈ മോസ്കിൻ്റെ ഉൾവശമൊക്കെ ഒന്ന് കാണാം. ഭയങ്കര രസമാട്ടോ കാണാനായിട്ട്. ഫുൾ മാർബിളിൽ തീർത്ത ഓരോരോ ശില്പങ്ങളൊക്കെയാണ്. ഈ എല്ലാ വർക്കുകളും മാർബിളിലാണ്. അപ്പോൾ ഞാൻ ചിലതൊക്കെ സൂം ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം ഒന്ന് കണ്ടു നോക്കൂ. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ മാർബിളിൽ പണി തീർത്ത നല്ല നല്ല വർക്കുകളെന്ന്. ഇതൊക്കെ കൊച്ചു കൊച്ചു മാർബിൾ കഷ്ണങ്ങൾ വെച്ച് ഉണ്ടാക്കിയിട്ടുള്ള ഓരോ വർക്കുകളാണ്. ഈ ഫ്ലവേഴ്സും ഈ ഇലകളും എല്ലാം
അപ്പോൾ നമുക്ക് അടുത്ത് വന്ന് നോക്കുമ്പോഴാട്ടോ അത് മനസ്സിലാവുള്ളൂ. അകലെ നിന്നുള്ള വ്യൂവിൽ നമുക്ക് അങ്ങനെയൊന്നും തോന്നില്ല. നല്ല ഭംഗിയാണ് ഇതിലത്തെ ഓരോ വർക്കും കാണാനായിട്ട്. നമ്മൾ നേരത്തെ സൂം ചെയ്ത് കണ്ട ഡിസൈൻ ആട്ടോ അത്. നല്ല രസമല്ലേ കാണാനായിട്ട്. അപ്പോൾ ഇതേപോലെ തന്നെയാണ് ഇവിടുത്തെ ഓരോ കാഴ്ചകളും. അപ്പോൾ ഇതാ ഷെയ്ഖ് സയ്യിദ് അന്ത്യവിശ്രമം കൊള്ളുന്ന ഒരു ഏരിയ നമ്മൾ പറഞ്ഞിരുന്നല്ലോ, അതാട്ടോ ആ കാണുന്നത്. ആ ഒരു ഏരിയയും അതിമനോഹരമായിട്ടാട്ടോ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏകദേശം അതിൻ്റെ അടുത്ത് വരെ പോയിട്ട് കാണാം. ഇതാണ് അന്ത്യവിശ്രമം കൊള്ളുന്ന ആ പറഞ്ഞ സ്ഥലം. ഇത്രയും കൂടി അടുത്തുനിന്ന് നമുക്ക് കാണാം കേട്ടോ അത്. അപ്പോൾ ഒന്നും കൂടി അത് സൂം ചെയ്ത് കാണിച്ചു എന്നുള്ളൂ. അപ്പോൾ നമ്മളിവിടെ കയറിയത് ഫുഡൊക്കെ കഴിച്ചിട്ടായത് വളരെ നന്നായി. കാരണം ഒത്തിരി ഉണ്ട് നടന്ന് കാണാനായിട്ട്. ഇതാ നേരൊക്കെ ഇരുട്ടി തുടങ്ങി. നമ്മളിതാ വെളിയിലേക്ക് ഇറങ്ങി. അപ്പോൾ ഇതാ ഈ ഒരു സമയത്ത് വന്നാൽ നല്ല പകൽ വെളിച്ചത്തിൽ മാത്രമല്ല കേട്ടോ, നമുക്ക് ആ നൈറ്റ് വ്യൂവും കൂടി കാണാം. മോസ്ക് നല്ല രസമായിരിക്കും. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു 4 മണിയോട് കൂടിയിട്ടാണ് അവിടേക്ക് കയറി പോകുന്നത്. അപ്പോൾ ഇതാ ഇറങ്ങുമ്പോൾ ഇതേപോലെ ഇരുട്ടായി. അപ്പോൾ ഇതാ മോസ്കിൽ നിന്ന് ഇറങ്ങി നമ്മൾ ഹസ്ബൻഡിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലും കൂടി ഒന്ന് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി കഴിഞ്ഞ് നമ്മൾ നേരെ തിരിക്കുകയാണ് ഫ്ലാറ്റിലോട്ട്. അപ്പോൾ എന്നത്തെയും പോലെ ദുബായ് രാത്രിയിൽ കാണാനായിട്ട് നല്ല രസമാണ്. അപ്പോൾ കുറച്ച് വീഡിയോസ് അങ്ങ് പകർത്തിയെന്നുള്ളൂ. അപ്പോൾ ഇതാ ഗ്രാൻഡ് മോസ്കിൻ്റെ കൊച്ചു കൊച്ചു കാഴ്ചകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.